നമസ്കാരം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി സതീഷിനെതിരെ പടയൊരുക്കം. തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിച്ചതിനെതിരെയാണ് കോൺഗ്രസിൽ നിന്നും എതിർപ്പുകൾ ഉയരുന്നത്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസാണ് സതീഷിനെതിരെ പരസ്യമായി രംഗത്തു വന്നത്. ശേഷാദ്രിനാഥന് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് നിയാസിന്റെ കടന്നുവരവ്. ക്യാബിനറ്റിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന കാര്യം മന്ത്രിസഭാ യോഗത്തിൽ വന്നതിന്റെ താല്പര്യം എന്താണ് എന്നതാണ് നിയാസിന്റെ ചോദ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം KPCCയോട് ആലോചിക്കാതെ ചെയ്തതാണ് എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെയാണ് നിയാസിന്റെ എതിർപ്പും വന്നിരിക്കുന്നത്. സംഘപരിവാറിന് അനുകൂലിച്ച് ശേഷാദ്രിനാഥൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പുകൾ അടക്കം ശേഖരിച്ചാണ് നിയാസ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. എന്നാൽ പലകുറി ശ്രമിച്ചിട്ടും നിയാസിന് മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല. നിയാസ് ഉയർത്തിയ പരസ്യ പ്രതിഷേധത്തിൽ കടുത്ത രോഷത്തിലാണ് സതീശനെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് നിയാസിനെ കാണാൻ അനുമതി നൽകാതിരുന്നതും. നിയമസഭാ സമ്മേളനം നടക്കുന്നതിന്റെ തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് നിയാസിന് അനുമതി നിഷേധിച്ചത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും നിയാസ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പും ആരും നിയാസിന് നൽകിയിട്ടുമില്ല. ഇത്രയേറെ എതിർപ്പ് ഉയർത്തിയതിനാൽ ഈ കാര്യത്തിൽ ഇനി പിന്നോട്ടില്ലെന്നാണ് നിയാസിന്റെ നിലപാട്. KPCC നേതാക്കളിൽ പലരും ഈ നിയമന കാര്യത്തിൽ നിയാസിന് രഹസ്യ പിന്തുണ നൽകുന്നുണ്ട്. എന്നാൽ പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്നും നേതാക്കൾ വിട്ടുനിൽക്കുകയുമാണ്. ഇത് മനസ്സിലാക്കി നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കും നിയാസ് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ നിയാസിന്റെ നീക്കം തൽക്കാലം അവഗണിക്കാനാണ് സതീഷിന്റെ തീരുമാനമെന്നാണ് സൂചന. ഈ കാര്യത്തിൽ KPCCയിൽ നിന്നും തനിക്ക് പിന്തുണ ലഭിക്കാത്തതും മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ മുഖ്യമന്ത്രി അനുകൂലിച്ച് KPCC നേതാക്കൾ ആരും മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ ലീഗുകാരനായ തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. താൻ അറിഞ്ഞാണ് നിയമനം എന്നാണ് ഷാജി പരസ്യമായി പറഞ്ഞത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവെന്ന ബജറ്റ് പ്രഖ്യാപനത്തിലും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനത്തിലും മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ വികാരമുണ്ട്. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ കൂടി എതിർപ്പുയരുന്നത്. എന്നാൽ ശേഷാദ്രിനാഥനെ സംഖ്യയായി മുദ്രകുത്തി സംഘപരിവാറിന് ആൾബലം വർദ്ധിപ്പിക്കരുതെന്നും കോൺഗ്രസിൽ നിന്ന് ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് DCCയിൽ നിന്നുമാണ് കോഴിക്കോട്ടുകാരനായ KPCC ജനറൽ സെക്രട്ടറി നിയാസിനെതിരെ എതിർസ്വരമുയർന്നത്. DCC ജനറൽ സെക്രട്ടറിയായ ഷാജിദ് അറാഫത്താണ് ഈ ആവശ്യം ഉന്നയിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം കോൺഗ്രസിൽ പുകയുക തന്നെയാണ്.